നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമല്ലല്ലോ. നമ്മളെ ഇടയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാറിയ കേരളീയ പരിപ്രേക്ഷ്യത്തെ നമ്മളാണ് തിരുത്തേണ്ടത്. നമുക്ക് മാത്രമേ തിരുത്തൽ ശക്തിയാകാൻ കഴിയുള്ളൂ. കോഴിക്കോട് 14-കാരനായ പയ്യനാണ് ഫ്രീ ഫയർ ഗെയിം കളിക്കാൻ സ്വന്തം മാതാവ് ഡാറ്റ കെട്ടിക്കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മയുടെ കഴുത്തറുത്തത് 14 വയസ്സുള്ള ഈ ഉമ്മത്തിന്റെ മെമ്പറായ ഒരു കുട്ടിയാണ്. ആ മാതാവ് എന്തോ ഭാഗ്യത്തിന്റെ പുറത്ത് പ്രധാന ഞരമ്പ് അറ്റുപോകാത്തത് കൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ മാതാവിന്റെ ഈ മകനെ കൊണ്ട് ഉണ്ടായ ദുര്യോഗത്തിന്റെ വേദന സംഹരിക്കപ്പെട്ടാലും ആ മകനെ കൊണ്ട് കിട്ടിയ ഈ ദുരന്തത്തിന്റെ മനോവേദന അൽഷിമേഴ്സ് വന്നാലും സംഹരിക്കപ്പെടൂല. കാരണം എന്താണ്? എന്റെ 14 വയസ്സുള്ള മകനാണ് എന്റെ കണ്ടനാളത്തിൽ കത്തിവച്ചത് എന്ന ആ ഒരു ചിന്ത ഒരുപാട് നിലരാത്രങ്ങളിൽ ദുസ്വപ്നം പോലെ ഇടുത്തി പോലെ ആ മാതാവിനെ വേട്ടയാടും എന്ന കാര്യം അവിതർക്കിതമാണ്. നമ്മൾ അത് കഴിഞ്ഞ് അതിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മളൊക്കെ മുക്തരാകുന്നതിന്റെ മുൻപ് അതേ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലെ കൈതപ്പൊയിലിൽ എന്തിനും പോന്ന 24 വയസ്സുള്ള ഈ സമുദായത്തിന്റെ മെമ്പറായ ആഷിഖ് എന്ന് പറയുന്ന ലഹരിയുടെ അടിമയായി പോയ ചെറുപ്പക്കാരൻ, 54 വയസ്സുള്ള സുബൈദ എന്ന് പറയുന്ന ട്യൂമർ വന്നിട്ട് അതിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിശ്രമത്തിൽ കിടക്കുന്ന പാവപ്പെട്ട ഉമ്മയെ 20 വെട്ടിയിട്ടാണ് കൊലപ്പെടുത്തിയത്. പോലീസ് കയ്യാമം വെച്ചിട്ട് ആഷിഖിനെ കൊണ്ടുപോകുമ്പോ പോലീസുകാരോട് ആഷിഖ് പറഞ്ഞൊരു മറുപടി ഉണ്ട്: എനിക്ക് ജന്മം തന്നതിനുള്ള പാപത്തിന്റെ ശമ്പളമാണ് എന്റെ കൈ കൊണ്ട് എന്റെ ഉമ്മ വാങ്ങിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കണം. ഒരു 24 വയസ്സ് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ, അതും ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പെണ്ണിന്റെ മകന്. അപ്പൊ ആ പെണ്ണിന് എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടാകും ആ കുട്ടിയിൽ? പക്ഷേ ആ പറക്കാൻ ചിറകുമുളച്ച മകനിൽ നിന്ന് തന്റെ ഉമ്മാക്ക് കൊല ചെയ്യപ്പെടേണ്ടി വരികയാണ്. അങ്ങനെ ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിംകളുടെ കേരളത്തിലെ ഭൂരിപക്ഷ ജനസംഖ്യയുടെ എണ്ണം എത്രയാണ്? 87 ലക്ഷം. 87 ലക്ഷം. പക്ഷേ ഇതുപോലെ വളരെ ജാഗ്രതയോടുകൂടെ മതചടങ്ങുകൾ നടത്തുന്ന, മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞേക്കുന്ന, മജ്ലിസുന്നൂർ നടത്തുന്ന മതപ്രഭാഷണ പരിപാടികളിൽ പോയി അറ്റൻഡ് ചെയ്യുന്ന വിഭാഗത്തിന്റെ എണ്ണം വെറും 10 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോ ബാക്കി 75 ലക്ഷത്തിന്റെ മുകളിലുള്ള ആളുകൾ കേരളത്തിൽ മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, അവർ ഇസ്ലാമുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളാണ്. അതിലൊരുപാട് കുട്ടികൾ ഫ്രീ ഫയർ ഗെയിമിലാണ്, ഒരുപാട് കുട്ടികൾ കഞ്ചാവിലാണ്, MDMA-യിലാണ്, LSD-യിലാണ്, അതുപോലെ തന്നെ ഹെറോയിനിലാണ്, കൊക്കയിലാണ്, ഹാഷിഷിലാണ്, കറുപ്പിലാണ്, ചരസിലാണ്, അതുപോലെ തന്നെ LED സ്റ്റിക്കറുകളിലാണ്. ഇതിന്റെയൊക്കെ പിറകെ ഒരു തലമുറ പോവാൻ ലിവിംഗ് ടുഗദറിൽ മറ്റൊരു വിഭാഗം പോയിക്കൊണ്ടിരിക്കാൻ, മറ്റുള്ള മിശ്ര സംസ്കാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, നിരീശ്വര നിർമ്മിതവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, നാസ്തികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, സ്വതന്ത്ര ലൈംഗികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, ആവിഷ്കാരവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ ഈ കുട്ടികളൊന്നും നമ്മളുടെ കയ്യിലല്ല. എന്നാൽ കാനേഷുമാരി ഒരു കണക്കെടുത്ത് നോക്കിയാൽ അവരൊക്കെ നമ്മുടെ പട്ടികയുടെ ഉള്ളിൽപ്പെട്ട ആളുകളാണ് എന്ന ദൗത്യത്തിന്റെ മുറ്റത്താണ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഒരു വിപ്ലവകാരിയുടെ ലോകത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഇനി ദൗത്യം വിശാലമാണ് എന്നർത്ഥം. മറ്റൊരു കാര്യം, നമ്മുടെ ദഅവത്തിന്റെ മേഖല എത്രമാത്രം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സൗണ്ട് സിസ്റ്റം, നമ്മുടെ ഈ വാർഡ്സുകള്, നമ്മുടെ വേദികള്, നമ്മുടെ ഹാളുകളുടെ വാടക, നമ്മുടെ പൊതുപരിപാടിയുടെ ബാക്കിയുള്ള എല്ലാ എഫേർട്ടുകളും എന്തിനാ ചെലവിടപ്പെടുന്നത്? തർക്കവിതർക്കങ്ങൾക്കല്ലേ? ഇന്നലെ പോയ ടീമിന് മറുപടി കൊടുക്കാനല്ലേ ഇന്നിന്റെ വേദികൾ? അത് ഓഫ്ലൈൻ ആകട്ടെ, ഓൺലൈൻ ആകട്ടെ, വെർച്വൽ പ്ലാറ്റ്ഫോമും പോലും അങ്ങനെയായി. അങ്ങനെ തർക്കങ്ങളുടെ ഒരു ലോകം. ആ തർക്കത്തിൽ മനം മടുത്തിട്ട് ഒരുപാട് പരശതം കുട്ടികൾ ഈ സാമൂഹിക സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, ആരോടും മതിപ്പില്ലാതായിക്കൊണ്ടിരിക്കാൻ. അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദികൾ ഈ നമ്മൾ തന്നെയാണ്. അതിന് നമ്മൾ കാലത്തോട് മറുപടി പറയണം. ദഅവത്തെത്താത്ത എത്ര മേഖലകളുണ്ട്? കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ഡഫ് ആൻഡ് ഡംബായ ചെറുപ്പക്കാരനെ കണ്ടു. 40 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു സുഹൃത്ത് പറയാണ്, ആ സുഹൃത്തിന് അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ട് ആംഗ്യ ഭാഷ, സൈൻ ലാംഗ്വേജ് അറിയാം. ഈ സൈൻ ലാംഗ്വേജ് വെച്ചിട്ട് ഈ 40-കാരനായ ഊമയായ മനുഷ്യൻ പറയാണ്, ഞാൻ മുസ്ലിമാണ്, മുസ്ലിം മഹലിൽ ജീവിക്കുന്ന ഒരാളാണ്, എനിക്ക് ഭാര്യയുണ്ട്, എന്റെ ഭാര്യ സംസാരിക്കും കേൾക്കും, എനിക്ക് മക്കളുണ്ട്, എന്റെ മക്കൾ സംസാരിക്കും കേൾക്കും, പക്ഷേ എനിക്ക് എങ്ങനെയാണ് നിസ്കാരത്തിന് നിയ്യത്ത് വെക്കേണ്ടത് എന്ന് അറിയൂല, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയൂല, വുളു എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയൂല. എല്ലാവരും വുളു എടുക്കും പോലെ ഞാൻ വുളു എടുക്കും, എല്ലാവരും പള്ളിയിൽ പോയി തക്ബീർ കെട്ടും പോലെ ഞാൻ തക്ബീർ കെട്ടും. ആ ചെറുപ്പക്കാരന് നിർബന്ധമായ ജനാബത്തിന്റെ കുളി വരുമ്പോ എങ്ങനെയാ ചെറുപ്പക്കാരൻ നിയ്യത്ത് വെക്കുക? നമ്മുടെ സംവിധാനത്തിൽ സൈൻ ലാംഗ്വേജിലേക്ക്, ബ്ലൈൻഡായ ആളുകളിലേക്ക് ബ്രെയിൽ ലിപിയിൽ ഖുർആൻ പഠിപ്പിക്കും പോലെ ഡഫ് ആൻഡ് ഡംബായ ആയിരക്കണക്കിന് ആളുകൾ, ഊമകളായ ആളുകൾ നമ്മളെ ഇടയിലുണ്ട്. അവർക്ക് വികാരമില്ലേ, അവർക്ക് ചിന്തയില്ലേ, അവർക്ക് ഹൃദയമില്ലേ, അവർക്ക് മസ്തിഷ്കല്ലേ? പക്ഷെ അവരിലേക്ക് ദഅവത്തെത്തുന്നില്ല. എന്നിട്ട് ആ ആളുകളൊക്കെ ഇസ്ലാമിന്റെ മെമ്പറായി ജീവിക്കുന്നു. മതത്തെ പറ്റി അറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ലഭ്യമാകാത്തതിന്റെ പേരിൽ അവരെന്തൊക്കെയോ മതത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നു. ആരാ അതിന്റെ ഉത്തരവാദികൾ? ഈ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് കാതലായ ഇത്തരം ആണിക്കല്ലുകളെ സ്പർശനം നടത്താൻ മദ്രസ മാനേജ്മെന്റ് പോലെയുള്ള അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഓരോ ഗ്രാമാന്തരങ്ങളിൽ നൽകുന്ന ഈ വ്യൂഹത്തിന് മാത്രമാണ് സാധിക്കുക. അതിനെയാണ് ഇനി നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അതോടുകൂടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം, 9 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 66% കുട്ടികളും ദേ ആർ ലിവിംഗ് ഇൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ.
OTT പ്ലാറ്റ്ഫോമിലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിമിംഗ് ആപ്പുകളിലാണ്, നേരത്തെ പറഞ്ഞ നിരീശ്വര നാസ്തിക വിശ്വാസങ്ങളിലാണ്. രവിചന്ദ്രന്റെ കൂടെയൊക്കെ വലിയൊരു ശ്രേണി തന്നെ ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അവിടെ ഒന്നും സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് ഗൗരവതരമായിരിക്കുന്ന ഒരു സമീപനം. കാരണം ശംസുലുലമയുടെ വിശ്വലോകത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ, ശംസുലുലമ ഒരു സ്ഥലത്ത് നിന്നോ ഇല്ല, ക്രിസ്ത്യൻ മിഷണറിമാരോട് സുറിയാനി ഭാഷ പഠിച്ചിട്ട് പുതിയ വേദത്തെയും പഴയ വേദത്തെയും താരതമ്യ പഠനം നടത്തിയിട്ട് ഒരു സമസ്തയുടെ സെക്രട്ടറിയായ ഒരു മനുഷ്യൻ, ഒരു പണ്ഡിത ശോഭയോടുകൂടെ നിന്നിട്ട് പ്രഭാഷണം നടത്തിയ ഗതകാല കേരളീയ പാരമ്പര്യത്തെ ഇവിടെ ഇരുന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എന്റെ പ്രിയപ്പെട്ടവരെ. എല്ലാ ഭാഷയും കയ്യിലൊതുക്കിയ ഒരു മഹാനായ മനുഷ്യൻ സ്വന്തം അണികളെ കൂടെ നിർത്തിയിട്ട് എല്ലാവരെയും അഡ്രസ് ചെയ്തത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ആ ശംസുലുലമ ഇല്ലാത്ത കാലത്ത് കൂടുതൽ പ്രതിസന്ധി. കാരണം എന്താണ്? ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. ശംസുലുലമയുടെ കാലത്ത് വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ട്വിറ്ററില്ല, ഇൻസ്റ്റയില്ല, യൂട്യൂബില്ല. അതെല്ലാം നിറഞ്ഞാടുന്ന, അതിന്റെ പിറകെ മാത്രം ജീവിതത്തെ ഫോക്കസ് ചെയ്ത ഒരു തലമുറയെ ആണ് നമുക്ക് അഡ്രസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം വിശാലമാണ്, അനന്തവിസ്തൃതമാണ്. റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞ പോലെ, ആൻഡ് ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഞാൻ യഥാർത്ഥ മരണമാകുന്ന ഉറങ്ങുന്നതിന്റെ മുൻപ് എനിക്ക് മൈലുകൾ താണ്ടാനുണ്ട്. മഹാനായ ശംസുലുലമയുടെ ഹക്ക് കൊണ്ട്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഹക്ക് കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ പ്രാപ്തി പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.